ഹലോ ഗ്ലോറിയ വൈബിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിൽ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ലോഡൊക്കെ ഇറക്കിയിട്ട്. ഇപ്പോൾ പുതിയ ലോഡ് സെറ്റ് ആയിട്ടുണ്ട്, പോകാനായിട്ട് നിൽക്കുവാണ്. 2 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം റോനൂസും പോപ്പിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കർണാടകയ്ക്ക് ലോഡ് പോയപ്പം റോനൂസും പോപ്പിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവരുണ്ടെങ്കിൽ വേറൊരു വൈബാണ്. അപ്പം നാളെ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവന്മാരെ കൂട്ടിയിട്ടില്ല. അപ്പം ഞാനും ചേട്ടായും മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഇതാണ് ഞങ്ങളുടെ നാട് ചുങ്കുക്കുന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് അത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം വണ്ടിയിലിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ക്യാനിലൊക്കെ വെള്ളം നിറച്ച് പോവാൻ സെറ്റായതിന് ശേഷമാണ് കുറച്ച് നേരം കിടന്നത്. 10-10:30 ആയപ്പോൾ കിടന്നു. 12:30 ആയപ്പോഴത്തേക്കും എണീറ്റു. 1 മണിക്കൊക്കെ അവിടെ നിന്ന് പോന്നാലേ കാഞ്ഞങ്ങാടേക്ക് വെളുപ്പിന് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ തേങ്ങ ആയതുകൊണ്ട് തന്നെ നേരത്തെ കയറ്റാൻ തുടങ്ങണം. വെയിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നേരത്തെ പോകണം. അതുകൊണ്ടാണ് ഈ 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയത്. 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയത്. നമ്മുടെ മിക്ക ലോഡും നാളികേരം തന്നെയാണ്. നാളികേരം അല്ലെങ്കിൽ ചിരട്ടക്കരി, അരി, കോഴിത്തീറ്റ, കാലിത്തീറ്റ ഇങ്ങനെയുള്ള മേഖലകളിലാണ് നമ്മുടെ മിക്ക ലോഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേരളത്തിന് പുറത്ത് ഒന്നിലെ തമിഴ്നാട്, കർണാടക അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോവാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ രണ്ടും ചെറുതാണ്, പിന്നെ അമ്മയുണ്ട്. അപ്പം അതുകൊണ്ട് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വരിക അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടകേൻ്റെ അപ്പുറത്തേക്ക് പോവാറില്ല. ഇപ്പോൾ ഞങ്ങൾ കൊളക്കാട് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ മിക്ക കൃഷി എന്ന് പറയുന്നത് റബ്ബർ അല്ലെങ്കിൽ കശുമാവ് അങ്ങനെയുള്ളതാണ് മിക്ക കൃഷികളും. പിന്നെ തെങ്ങുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൊളക്കാടുന്ന് നെടുമ്പോയി റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ കൊച്ചി. കോഴിക്കോട് ഒരു 83 കിലോമീറ്റർ കഴിഞ്ഞാൽ കോഴിക്കോടാണ് ലെഫ്റ്റ്. പിന്നെ ഒരു 265 കിലോമീറ്റർ കഴിഞ്ഞാൽ കൊച്ചിയാണ് കേട്ടോ. ഇനി നേരെ സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ 10 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ കണ്ണൂരാണ്. പിന്നെ മുംബൈ ആണുള്ളത്. നേരെ പോയി കണ്ണൂർ, മുംബൈ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1050 കിലോമീറ്റർ ആണ് കേട്ടോ മുംബൈയിലേക്കുള്ള ദൂരം. നമ്മൾ പോകുന്നത് കണ്ണൂർ നേരെ കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് നമ്മൾ ലോഡ് എടുക്കാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ആദ്യത്തെ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് പഠനക്കാടാണ്. പഠനക്കാട് നിന്നാണ് നമ്മൾ ആദ്യത്തെ ലോഡ് കയറ്റേണ്ടത്. അപ്പോൾ നമ്മുടെ ചോട്ടുകണ്ണനും ടീമും ലോഡ് കയറ്റാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ചായ കുടിക്കാനായിട്ട് ഒന്ന് പഠനക്കാവ് എത്തുന്നതിന് മുമ്പ് ഒന്ന് സൈഡാക്കുന്നുണ്ട്. എന്നിട്ട് ചായ കുടിച്ചിട്ട് ഇവിടുന്ന് ഇനി നമ്മൾ വണ്ടി എടുക്കുന്നുള്ളൂ. കടയിൽ വേറെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പൂരിയും മുട്ട റോസ്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിച്ചു. അതിന് ശേഷം നമ്മൾ നേരെ പോവാണ്. പഠനക്കാടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് എത്തിയത് ഒഴിഞ്ഞാൽ വളപ്പിൽ അമ്പുവേട്ടൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടായി അവിടെ വണ്ടിയിൽ റെസ്റ്റ് എടുക്കുവാണ്. രാത്രി മുഴുവൻ വണ്ടി ഓടിച്ചതുകൊണ്ട് കുറച്ച് ടൈം കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റുമ്പോൾ അതിന് കൃത്യമായ കണക്കും കാര്യങ്ങളും വേണം. അപ്പോൾ അവിടെ ആദ്യം വെയിറ്റ് നോക്കിയതിന് ശേഷമാണ് ലോഡ് കയറ്റുന്നത് കേട്ടോ. അത് വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചാക്കിൻ്റെയും വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ ക്യാമറമാനോനും അതുപോലെ തന്നെ കണക്കപ്പിള്ളയൊക്കെ ഞാൻ തന്നെയാണ്. അമ്പുവേട്ടനും എഴുതുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലും നമ്മുടെ കയ്യിലും കൃത്യമായ കണക്ക് വേണം. നമ്മുടെ നാട്ടിലൊക്കെ മാവ് കായ്ച്ചു കേട്ടോ. കണ്ണൂരിലേക്കൊക്കെ മാവ് കായ്ച്ചിട്ടുണ്ട്. ഇവിടെ പൂത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തണൽ ഭയങ്കരമായിരുന്നു കേട്ടോ. നമ്മൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ നിന്ന് കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് പോകുന്നത് കുശാൽ നഗറിലാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുശാൽ നഗർ കർണാടക ജില്ലയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കുശാൽ നഗറിലാണ് നമ്മൾ ലോഡ് ഇറക്കാറ് മിക്കപ്പോഴും. പക്ഷെ ആ കുശാൽ നഗറല്ല, ഇത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിൻ്റെ അടുത്തുള്ള കുശാൽ നഗറാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ലോഡ് കയറ്റാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ വൈറ്റ് ഷർട്ട് ഷംസൂക്കയാണ് കേട്ടോ. നമ്മുടെ തേങ്ങാ പാർട്ടിയാണ്. കാസർഗോഡ് ജില്ലയിൽ ചീമേനിക്കാരനാണ് നമ്മുടെ ഷംസൂക്ക. അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ തേങ്ങേൻ്റെ ലോഡൊക്കെ വരുമ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഷംസൂക്ക ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഷംസൂക്ക വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രായമായ ഒരു മനുഷ്യനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതല്ല. എന്തായാലും നമ്മൾ ലോഡ് കയറ്റാനായിട്ട് പോകുവാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ലോഡ് കയറ്റാനായിട്ട് വന്നത് നമ്മുടെ ഈ മുഹമ്മദ് കുഞ്ഞിക്കാൻ്റെ കടയിലാണ്. അപ്പോൾ അവരുടെ തന്നെയാണ് ഈ ഒരു ഷോപ്പും കൂടെ, അതായത് ഗ്ലോബൽ സ്പൈസസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പും കൂടെ അവരുടേതാണ്.
യൂസഫാക്കാന്റെ നേതൃത്വത്തിൽ നമ്മുടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാഡറൊക്കെ വെച്ച് പതിപോലെ തന്നെ ലാഡറൊക്കെ വെച്ചാണ് നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുഹമ്മദ് കയുടെ മില്ലിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മല്ലി പൊടിപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചേച്ചി പിരിയൻ മുളക്, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക, കാശ്മീരി ചില്ലി, അപ്പോൾ അത് പൊടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചി കൽക്കട്ടക്കാരിയാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ചില്ലി പൊടിപ്പിക്കാനുള്ള തിരക്കിലൊക്കെയാണ്. ഫാമിലി ആയിട്ട് ഇവിടെയാണുള്ളത്, അവരിവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. മല്ലി പൊടിക്കാനായിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഇപ്പുറത്ത് ഇത് മല്ലി പൊടിപ്പിക്കാനായിട്ട് ഇട്ടേക്കുന്നത്. അങ്ങനെ ഓരോ സെക്ഷനും ഓരോന്ന് പൊടിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. ഇപ്പുറത്ത് പുട്ടുപൊടീൻ്റെ അങ്ങനെ അങ്ങനെ ഓരോന്ന് പൊടിക്കാനായിട്ട് വേറെ തന്നെ സൗകര്യമുണ്ട്. മല്ലി മുളകൊക്കെ പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇത്. പിരിയമുളക് ചാക്കിലാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ സൗകര്യം പോലെ അവർ പൊടിപ്പിച്ച് ഇവിടെ തന്നെ മുളക് പൊടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് പാക്ക് ചെയ്ത് ഇവിടെ സൂക്ഷിക്കുകയാണ്. അതുപോലെ ഇവിടെ തേങ്ങ ആട്ടാനായിട്ടും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ തേങ്ങ ആട്ടിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് കാണാവേ. അപ്പോൾ ഇവിടെ നാളികേരം ഇങ്ങനെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ഇതാ തേങ്ങ ഇവിടെ ഇടും, എന്നിട്ട് ഉണക്കാനുള്ള സൗകര്യമാണ്. നമ്മൾ തേങ്ങ ഉണങ്ങിയതിന് ശേഷമാണ് അത് ആട്ടാൻ കൊടുക്കുക. പക്ഷെ ഇത് നേരെ ഉണങ്ങാത്തതാണെങ്കിലും തേങ്ങ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവിടെ ഇട്ടിട്ടാണ് ഉണക്കുന്നത്. അപ്പോൾ ഇതാണ് തേങ്ങ ഉണക്കാനുള്ള യന്ത്രം. അതായത് ഇതിൻ്റെ താഴെയായിട്ട് പിന്നെ വിറക് വേണമെന്നാണ് പറഞ്ഞത്. വിറക് ഇതായി ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലമുണ്ട്. ഇതാ ഇവിടെ ആ ഒരു ഗ്യാപ്പിൽ വിറക് കൊണ്ടുപോയി ഇടും. എന്നിട്ട് അവിടെ നിന്ന് അത് കത്തിക്കും. വിറക് കത്തിച്ചതിന് ശേഷം ചൂട് മുകളിലേക്ക് കിട്ടത്തക്ക വിധത്തിലാണ് സൗകര്യപ്പെടുത്തിയേക്കുന്നത്. അപ്പം മുകളിൽ സ്റ്റെയർ കയറി ചെന്നാൽ അവിടെയാണ് തേങ്ങ ഉണക്കാനായിട്ട് ഇടുന്നത്. നമ്മൾ നാളികേരം എങ്ങനെയാണ് ഉണക്കുന്നതെന്ന് കണ്ടു. ഉണങ്ങിയ കൊപ്ര നേരെ ഈ ഹോളിലേക്കാണ് ഇടുന്നത്. ഈ ഹോളിൽ ഇട്ടതിന് ശേഷം ഈ മെഷീനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ആട്ടുന്നതിനായിട്ട് വെളിച്ചെണ്ണ ആക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അങ്ങനെ കൊപ്ര ആട്ടി നേരെ വെളിച്ചെണ്ണയായിട്ട് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ഫിൽറ്റർ ചെയ്യപ്പെട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് നേരെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫിൽറ്റർ ചെയ്യപ്പെട്ട വെളിച്ചെണ്ണ ഇതിലൂടെ സപ്ലൈ ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഈ ക്യാനിലേക്ക് സ്റ്റോക്ക് ചെയ്യും. സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ പാക്കിംഗ് ഏരിയയിലേക്ക് വരികയാണ്. സ്റ്റോക്ക് ചെയ്ത വെളിച്ചെണ്ണ ഇത് പാക്കിങ്ങിലേക്ക് വരികയാണ്. ഗ്ലോബൽ എന്നറിയപ്പെടുന്ന വെളിച്ചെണ്ണ ആ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പെട്ടിയിലേക്ക് ആക്കി അത് സപ്ലൈ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇതുപോലെ ബോക്സിലൊക്കെ ആക്കി പാക്കറ്റിലും അതുപോലെ തന്നെ ബോട്ടിലും ആയിട്ടാണ് ഇവര് പിന്നെ ഗ്ലോബൽ കോക്കനട്ട് ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെ കോക്കനട്ട് ഓയിലാണ്. ഇത് പിന്നെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചേക്കുന്നതാണ്. കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് പിണ്ണാക്ക് എന്നറിയപ്പെടുന്നത് നമ്മൾ ആടിന് പശുവിനൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉഷ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഗ്ലോബൽ സ്പൈസസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നത് ഉഷ ചേച്ചിയാണ്. തേങ്ങ വറുത്തരച്ചത് മുതൽ എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ ഉണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലകളെല്ലാം തന്നെ ഇവിടെ വിൽക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ നേപ്പാളിലേക്കൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് തന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ ഫ്രീസറിൽ കോക്കനട്ട് പൗഡർ, അതായത് അവിയലിലൊക്കെ നമ്മൾ ചേർക്കുന്നത് ഇതാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോക്കനട്ട് പൗഡറിനൊക്കെ ആവശ്യക്കാർ ഒത്തിരിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വിറ്റഴിച്ച് പോകുന്നുണ്ടെന്നാണ് ഉഷ ചേച്ചി പറഞ്ഞത്. പെട്ടെന്ന് വീട്ടിലേക്ക് ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ തേങ്ങ ചിരണ്ടി അതുപോലെ തന്നെ മിക്സിയിലിട്ട് അടിച്ചൊക്കെ പണിയാണ്. അപ്പോൾ ഇത് കോക്കനട്ട് പൗഡറും കിട്ടാനുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ചിക്കൻ മസാല, മട്ടൻ മസാല, ഇതെല്ലാം പാക്ക് ചെയ്യുന്നതിന് തിരക്കിലാണ് ഉഷ ചേച്ചി കേട്ടോ.
ഇവിടെ ആ ബോട്ടിലായിട്ട് കാണുന്നത് തേങ്ങ വറുത്തരച്ചതാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ചതിനൊക്കെ ഒത്തിരി ആവശ്യക്കാരാണ്. അപ്പോൾ അതിങ്ങനെ ബോട്ടിലാക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇവിടെ പിക്കിൾസ്, ഹണി എല്ലാം ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ആയിട്ട് പാക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചുറ്റി കണ്ടു വന്നപ്പോഴത്തേക്കും ലോഡൊക്കെ കയറ്റി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഉഷ ചേച്ചിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളെ ലോഡ് കൊണ്ട് പോവാണ്. അങ്ങനെ പേരിയിൽ എത്തിയിട്ടുണ്ട്. പേരി എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര കാലാവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ നമ്മുടെ ചോട്ടുചേട്ടൻ എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അതൊക്കെ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു തീർത്തു. അങ്ങനെ നമ്മൾ കണ്ട വേറൊരു സംഭവമാണ് ബേക്കൽ പുഴയുടെ നടുക്കായിട്ട് ഇതൊരു റെസ്റ്റോറൻറ്റ്. അവിടെ സൈഡാക്കാനൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ടായിരുന്നു അവിടെ ഇറങ്ങണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. കാഞ്ഞങ്ങാടിന് അടുത്തുള്ള കുശാൽ നഗറിന് കയറ്റിയ നാളികേരം നമ്മൾ നേരെ കർണാടകയിലെ കുശാൽ നഗറിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തണം, നേരത്തെ തന്നെ എത്തണം. നമ്മൾ തേങ്ങ പറഞ്ഞു പൊട്ടിപ്പോവും വെയിലത്താണെങ്കിൽ, അപ്പോൾ വേഗം തന്നെ രാവിലെ തന്നെ ഇറക്കണം. അപ്പോൾ കാസർഗോഡ് നിന്ന് നമ്മൾ കർണാടകയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്